അതെ, ഓഡിബിൾ ആണ്. ഓക്കെ അല്ലേ ഫസ്ന? ഗുഡ് ഓക്കെ. ഈവനിങ് പ്രിയപ്പെട്ടവരെ. ഷീൻ ഇന്റർനാഷണലിന്റെ ഇന്നത്തെ ഒരു സൗജന്യ വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കളുടെ അവരുടെ ആ ഒരു ലോകം അല്ലെങ്കിൽ അവരുടെ പഠനത്തിന്റെ ആദ്യ ചുവടുകൾക്ക് ഒരു വഴികാട്ടികളാകുന്ന KG ടീച്ചർമാർക്കും അതുപോലെ തന്നെ KG ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഈ ഒരു സൗജന്യ വെബിനാർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയൊരു അനുഭവം തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു തുടക്കത്തിന് തുടക്കം കുറിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ ഈ വെബിനാർ നയിക്കുന്നത് നമ്മുടെ സീനിയർ ഫാക്കൽറ്റിയും വിദ്യാഭ്യാസ മേഖലയിൽ ഏകദേശം 12 വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ള അതുപോലെ തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു വഴികാട്ടിയാവാൻ സഹായിച്ചിട്ടുള്ള ഡോക്ടർ സമീർ ബാബു സാറാണ്. സാറിനെ ഈ ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറിന്റെ അറിവും അനുഭവ സമ്പത്തും ഒക്കെ നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാവുന്നത് തീർച്ചയാണ്. മാത്രമല്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ്സുകളിൽ ചോദിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടെ ഷീൻ ഇന്റർനാഷണലിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. പ്ലീസ് സർ. സ്റ്റാർട്ട് ചെയ്യാലോ നമുക്കല്ലേ? സ്റ്റാർട്ട് ചെയ്യാം സാർ. താങ്ക് യു ഷീൻ ഇന്റർനാഷണൽ ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് പ്രീ പ്രൈമറി ടീച്ചിങ്, ഈ ഒരു മേഖലയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കുട്ടികള് സ്കൂളുകളിലേക്ക് പോകാൻ തുടങ്ങുന്ന ആ ഒരു സമയമാണ്. നമ്മൾ ഇപ്പം ചിലപ്പോൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഒക്കെ തന്നെയും ഇങ്ങനെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടിയവരായിക്കോളുന്നില്ല. അപ്പൊ ഞാനും ഒരു 40+ ആണ്, എനിക്കും പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. നേരെ ഞാനൊക്കെ 1ാം ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ പലപ്പോഴും പല ആളുകളും ചിലപ്പം നഴ്സറി ഒക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനെ പോയവരായിരിക്കാം. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ നമ്മൾ സാധാരണ ഇതിനെ പറയാറാണ്, ഇറ്റ് ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സ്കൂളിംഗ് എന്നാണ് പറയാറ്. സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സ്കൂളിംഗ്. സ്കൂൾ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ കൊടുക്കുന്ന ഒരു ഇനീഷ്യൽ സംഭവമായിട്ടാണ് നമ്മൾ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതായത് കുട്ടികൾക്ക് അതിനോടുള്ള ഒരു താല്പര്യം ജനിപ്പിക്കുക, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക, പഠനത്തിലെ ഒരു ആപ്റ്റിറ്റ്യൂഡ്, ഒരു അഭിരുചി ഉണ്ടാക്കുക. ഇതൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശീലങ്ങൾ, ഹാബിറ്റുകൾ, ശീലങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും പ്രീ പ്രൈമറി എഡ്യൂക്കേഷന് പ്രിഫർ ചെയ്യുന്നതും അല്ലെങ്കിൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതും. നമുക്കറിയാം, നമ്മുടെ 2020 എഡ്യൂക്കേഷൻ പോളിസി, 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചൊക്കെ തന്നെയും പ്രീ പ്രൈമറി എഡ്യൂക്കേഷന് ഒരുപാട് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ അതിന്റെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷന് ഭാഗമായി കൊണ്ട് കുട്ടികളുടെ ഈ ഫൗണ്ടേഷണൽ സ്റ്റേജിനെ കുറിച്ച് പ്രത്യേകം പറയുന്ന ഒരു രൂപരേഖ വരെ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മൾ പറയും അല്ലെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2022, ഇതിനകത്തൊക്കെ തന്നെയും വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അമ്മമാരായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ പ്രീ പ്രൈമറിയിൽ പഠിപ്പിക്കാൻ തയ്യാറാവുന്ന അധ്യാപകരായിരിക്കാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ പാരൻസ് ആണ്, നമ്മൾ രക്ഷിതാക്കള്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവം ശരിയാവുന്നതും മോശമാവുന്നതും നിങ്ങളെ കൊണ്ട് തന്നെയാണ്. അതുകൂടാതെ തന്നെ അവർക്ക് ഇവരുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ ഏറ്റവും നല്ല പങ്ക് വഹിക്കുന്ന ഒരു കൂട്ടരാണ് അധ്യാപകർ, ടീച്ചേഴ്സ്. ഇത് കൂടാതെ അവർ മുതിർന്നു വരുമ്പോൾ അവരുടെ സ്വഭാവത്തില് പങ്കുവഹിക്കുന്ന മറ്റൊരു ഗ്രൂപ്പാണ് പിയർ ഗ്രൂപ്പ്, അവരുടെ ഫ്രണ്ട് സർക്കിള്, അവരുടെ കൂട്ടുകാർ. ഈ 3 കാര്യങ്ങളാണ് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് നല്ല രീതിയിൽ അടിത്തറ പാകുന്ന 3 കൂട്ടരെന്ന് പറയുന്നത് ഇവരാണ്: അധ്യാപകര്, രക്ഷിതാക്കള്, കൂട്ടുകാരും.
ഇതിനകത്ത് നമ്മൾ പലപ്പോഴും പരസ്പരം ഒരു കുട്ടി നല്ല മോശമായ കുട്ടി ഒരു സ്കൂളിൽ ഉണ്ടെങ്കിൽ നമ്മൾ പാരന്റ്സിനെയും അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് കുട്ടി നന്നായില്ലെങ്കിൽ ടീച്ചേഴ്സിനെയും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരാറുണ്ട്. ശരിക്കും നമ്മളുടെ പ്രവൃത്തിയും നമ്മുടെ പെരുമാറ്റവും നമ്മൾ ഉൾക്കൊള്ളുന്ന ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് അവർക്ക് കിട്ടുന്ന മൂല്യങ്ങളുമാണ് അവരെ നല്ലതും മോശവും ആക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഓരോ കുട്ടിയെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇപ്പൊ നിങ്ങൾ ഒരു പ്രീ പ്രൈമറി ടീച്ചർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ KG അല്ലെങ്കിൽ നഴ്സറിയിൽ പഠിപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു ടീച്ചർ ആണെങ്കിൽ, അവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിയെയാണ്. കുട്ടി ജനിച്ചു വീഴുന്ന കുട്ടി, അത് കഴിഞ്ഞ് കുട്ടിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സമയമാണ് അവരുടെ ബാല്യം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം അവര് കിഡ് എന്ന് പറയും, കിഡ്സ് ചെറിയ കുട്ടികളെ നമ്മൾ കിഡ്സ് എന്ന് പറയും. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവര് ചൈൽഡ് ആവുന്നത്, അല്ലെ? 3 വയസ്സിന് ശേഷമാണ് നമ്മൾ ചൈൽഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് വരുന്നത്. അപ്പോ ഈ ഏർലി ചൈൽഡ്ഹുഡ്, വളരെ നേരത്തെയുള്ള ബാല്യത്തിലാണ് നമ്മൾ അവരെ, ശൈശവകാലത്തും ചെറിയ കാലത്തൊക്കെ തന്നെയാണ് നമ്മൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി പല മൂല്യങ്ങളും അവരിലേക്ക് എത്തിക്കുന്നത്. ഈ മൂല്യങ്ങൾ കുട്ടികളിലേക്ക് നമ്മൾ എത്തിക്കുന്ന പ്രോസസ്സിന് നമ്മൾ സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹീകരണം എന്ന് പറയും. ഈ സാമൂഹീകരണമാണ് ശരിക്കും സമൂഹത്തിന്റെ ഭാഗമാക്കുന്ന പ്രക്രിയയാണ് ശരിക്കും നമ്മുടെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒരു ചൈൽഡ്, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന 3 അല്ലെങ്കിൽ 4 വയസ്സുള്ള ഒരു കുട്ടിയാണ് പ്രീ പ്രൈമറി ടീച്ചറിന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഈ കുട്ടിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കുട്ടിയുടെ വളർച്ചാഘട്ടങ്ങൾ, ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വളർച്ചാഘട്ടങ്ങള്, ആ കുട്ടിയുടെ വൈകാരികമായ കാര്യങ്ങൾ, ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ എലമെന്റ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ കുട്ടിയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ഭൗതികമായിട്ടുള്ള വളർച്ച എന്താണെന്ന് മനസ്സിലാക്കിയണം. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അവരെ അറിവുമായി ബന്ധപ്പെട്ട വളർച്ച എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം, അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ കുട്ടികളുടെ നാനാവശത്തിലുള്ള വളർച്ചയെ നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മുടെ അടുത്തേക്ക് കിട്ടുന്ന കുട്ടി നമ്മുടെ അടുത്ത് നിന്നാണ് ഈ സ്കില്ലുകളൊക്കെ തന്നെയും പഠിക്കാൻ പ്രാപ്തനാവുന്നത്. അപ്പോ അല്ലെങ്കിൽ ഈ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല്, ഒരു KG ടീച്ചർ ആവാൻ പോകുന്ന എനിക്ക് കുട്ടി 2 വയസ്സിലും 3 വയസ്സിലും 4 വയസ്സിലും ഒക്കെ തന്നെയും കുട്ടിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടാവേണ്ട ശാരീരിക ക്ഷമതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കഴിവുകൾ കുട്ടികളിൽ ഉണ്ടായിരിക്കും, ഏതൊക്കെ തരത്തിലുള്ള ഇമോഷൻസ് ആയിരിക്കും. ഒരുപാട് കരയുന്നവര്, ഒരുപാട് ദേഷ്യപ്പെടുന്നവര്, ഒരുപാട് ചിരിക്കുന്നവര്, പല രീതിയിൽ സങ്കടം കാണിക്കുന്നവര്, പലതരം ശരീരഭാഷ കൊണ്ട് അവരെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എഴുതാൻ അറിയുന്നവര്, എഴുതാൻ അറിയാത്തവര്, അതിനൊക്കെ തന്നെ ആ കുട്ടിയുടെ ഡെവലപ്മെന്റിന് ബാധിക്കുന്ന ചില കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി ആ കുട്ടിയെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ നല്ല ഒരു ടീച്ചർ ആവുന്നത്. അതായത് ഒരു ടീച്ചിങ് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രീ പ്രൈമറി ക്ലാസ്സിലേക്ക് ഒരു ടീച്ചറായിട്ട് നമ്മൾ പോകുമ്പോൾ ആ ടീച്ചർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കുട്ടിയുടെ വിവിധോന്മുഖമായിട്ടുള്ള ഡെവലപ്മെന്റൽ സ്റ്റേജസ്, വളർച്ചാഘട്ടങ്ങൾ, കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഒരു കുട്ടി നന്നായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി നല്ല മൂല്യങ്ങൾ ഉണ്ടാവുന്നു. ഈ മൂല്യങ്ങൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അത് നമ്മളെ കണ്ട് ഈ സമയത്തൊക്കെ കുട്ടികളുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷനിലൂടെയാണ് അവർ പഠിക്കുന്നത്. പലപ്പോഴും നന്മകൾ എത്രത്തോളം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, സ്നേഹം എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ, അത്രത്തോളം കുട്ടികളിൽ നന്മ വളർന്നു വരുന്ന ഒരു സമയമായിരിക്കും. ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ, ഏറ്റവും കൂടുതൽ ക്രിയാത്മകമായിട്ട് നമ്മൾ ഈ സമയത്തെ അധ്യാപകർ മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഒരു KG ടീച്ചർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇമിറ്റേഷൻ, അനുകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുന്നു. ടീച്ചർ എഴുതുന്ന കാര്യങ്ങൾ അതുപോലെ എഴുതുന്നു. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഏറ്റു പറയുന്നു. പാടുന്ന പാട്ടുകൾ അതുപോലെ ഏറ്റു പാടുന്നു. അതേ രീതിയിൽ തിരിച്ച് പാടിത്തരുന്നു. അതായത് ഇമിറ്റേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഈ സമയത്താണ് കുട്ടികളിൽ നല്ല ഭാഷാ വളർച്ച ഉണ്ടാവുന്നതിന് സഹായിക്കുന്നത്. ആ ഒരു സ്കില്ല് അവർക്ക് ഉണ്ടാവുന്നത് ബാല്യകാലത്താണ്, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ. അപ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നല്ല മാനേഴ്സ്. ഇമിറ്റേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ കുട്ടികളിലേക്ക് ബേസിക് ആയി വേണ്ട കാര്യങ്ങൾ അതിനകത്ത് വരുന്ന ഒന്നാണ് മാനേഴ്സ്.
ഈ മാനേഴ്സ് എന്ന് പറയുമ്പോൾ ആളുകളോട് പെരുമാറേണ്ട രീതി, സമൂഹം ആഗ്രഹിക്കുന്ന, സമൂഹത്തിൽ കാണുന്ന ചെറിയ ചെറിയ തരത്തിലുള്ള മാനേഴ്സ്, അത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന്റെ പ്രാധാന്യം. കുട്ടികള് സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ് പ്രോപ്പർ ആണെങ്കിൽ, പ്രീ പ്രൈമറി സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ് പ്രോപ്പർ ആണെങ്കിൽ, ആ സമയത്ത് ടീച്ചർ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് പലപ്പോഴും കുട്ടികളിൽ എത്തുന്നത്. ഇപ്പൊ നമ്മള് ഗ്രീൻ ലീവ്സ് കഴിക്കുന്നത് അല്ലെ, പല കുട്ടികളും ഇലക്കറികൾ കഴിക്കുന്നില്ല. അപ്പൊ ഇത് ടീച്ചർമാര് ശ്രദ്ധിച്ച് ഇത് നല്ലതാണെന്നും ഇതിന്റെ നല്ല വശങ്ങൾ എങ്ങനെയാണെന്നും, കഴിക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നിയില്ലെങ്കിലും നമ്മുടെ കണ്ണിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണെന്നൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ അത് കഴിക്കും. നിങ്ങൾ എല്ലാവരും ഫ്രൂട്ട്സ് വീട്ടിലുണ്ടെങ്കിൽ കഴിക്കണം എന്ന് പറയാണ്. അതുപോലെ നിങ്ങൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കണം. നിങ്ങൾ വീട്ടിലെത്തിയ ഉടനെ 2 ഗ്ലാസ് വെള്ളം കുടിക്കണം, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം കുടിക്കണം. അങ്ങനെ ഇതൊക്കെ നമ്മൾ ടീച്ചർമാര് പറഞ്ഞു കൊടുത്താല് കുട്ടികൾ അത് മനസ്സിലാക്കി അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അത് അംഗീകരിച്ച് ചെയ്യാൻ ശ്രമിക്കും. കാരണം അവർക്ക് ടീച്ചേഴ്സ് ആണ് എല്ലാം എന്നുള്ള ഒരു കാറ്റഗറിയാണ്. ടീച്ചേഴ്സ് എല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്നവരാണ് ടീച്ചേഴ്സ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും കുട്ടികൾ. ടീച്ചേഴ്സ് പറയുന്നത് എന്തും അതുപോലെ ചെയ്യുന്നവരായിരിക്കും കുട്ടികൾ. അപ്പോ അവർക്ക് മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുക. മാനേഴ്സ് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഒന്നാണ് ക്ലീൻലിനെസ് എന്ന് പറയുന്ന, വൃത്തി എന്ന് പറയുന്ന, ഫുഡ് ഹാബിറ്റുകൾ, ഭക്ഷണം കഴിക്കുന്നതിന്റെ രീതികള്, ഫുഡ് മെനു, എന്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമോ അതിനെക്കുറിച്ച് കുട്ടികളിൽ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്തെടുക്കാനൊക്കെ നമ്മൾ അധ്യാപകർക്ക് പറ്റും. ഈ ഒരു സമയം ചില വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസസ്, ചില കാര്യങ്ങൾ ആളുകളുടെ പെർമിഷൻ ചോദിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആളുകളെ ഗ്രീറ്റ് ചെയ്യുന്നതായിരിക്കാം, നല്ല രീതിയിൽ അഭിവാദ്യം ചെയ്യുന്നതായിരിക്കാം, പല രീതിയിൽ ഇതൊക്കെ തന്നെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടികൾ ആ സമയത്ത് പഠിക്കുന്നതായിരിക്കും. അതായത് ഈ സമയത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ അധ്യാപകർക്കാണ്. അപ്പോൾ അധ്യാപകർക്ക് ഇതിൽ നല്ല പങ്കുണ്ട് കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കുന്നതിന്. അപ്പൊ നമുക്ക് ഈ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഇതിനകത്ത് നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ എഴുതി പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം സ്റ്റോറീസ്, ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുക, ഒരുപാട് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ റോൾ പ്ലേ ഒക്കെ ചെയ്തു കൊടുക്കുക. ആനയായിട്ടും കുതിരയായിട്ടും ഒക്കെ കളിക്കുന്ന റോൾ പ്ലേ മോഡൽ, റോൾ പ്ലേകൾ ചെയ്തു കൊടുക്കുക, ഒരുപാട് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ ഗെയിംസ് ക്ലാസ്സുകളിൽ, ഗെയിംസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഗെയിംസും അതുപോലെ തന്നെ ആൻഡ് ഗ്രൂപ്പ് ഗെയിംസ്, ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാല്, 1ാം ക്ലാസ്സിൽ ചേർക്കുന്നതിന് മുന്നേ LKG UKG ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളൊന്നും എഴുതാൻ കൊടുക്കാറില്ലേ ടീച്ചറെ എന്ന് നമ്മൾ ചോദിച്ച് കംപ്ലൈന്റ് പറയാറുണ്ട് പലപ്പോഴും. പല പുതിയ സംവിധാനങ്ങളും തുടങ്ങുമ്പോൾ അവരൊക്കെ വിചാരിക്കും കുറെ ആക്ടിവിറ്റി ഒക്കെ കൊടുത്ത് കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് സ്കൂളിലേക്ക് പോകാൻ അവരെ തയ്യാറാക്കാമെന്നൊക്കെ അവർ പ്ലാൻ ചെയ്യും. അപ്പോഴാണ് നമ്മളെ രക്ഷിതാക്കൾ പോയി പറയുന്നത്, ടീച്ചറെ ഇവിടെ ഒന്നും പഠിപ്പിക്കുന്നില്ലല്ലോ, എഴുതാനൊന്നും തരുന്നില്ലല്ലോ എന്നൊക്കെ പറയും. ശരിക്കും നമ്മൾ പ്ലേ സ്കൂളാണ്, അതല്ലെങ്കിൽ നഴ്സറി എന്ന് പറയുന്നത് പഠിക്കാനുള്ള സംവിധാനം അല്ല. ശരിക്കും പ്രീ പ്രൈമറി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മാനേഴ്സ്, അതുപോലെ തന്നെ സ്കൂളിന് റെഡിനെസ്, സ്കൂൾ റെഡിനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ശരിക്കും സ്കൂൾ റെഡിനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോകുന്നതിന് മുന്നേ നമ്മൾ കൊടുക്കുന്ന ഒരു ലിങ്കിങ് കോഴ്സാണ്, ഒരു ബ്രിഡ്ജ് കോഴ്സാണ് ശരിക്കും പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സീരിയസ്നെസ്സിലാണ് അതിൽ കാണുന്നത്. അതിൽ നമ്മൾ മാർക്ക് ഇടുകയും അല്ലെങ്കിൽ 50 എത്ര മാർക്ക് കിട്ടി എന്ന് പറയുകയും ഫുൾ മാർക്ക് കിട്ടി എന്ന് പറയുന്നത് അതിനെ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുട്ടികൾ അതിനേക്കാൾ ഒരുപാട് കഥകളും കവിതകളും സന്ദർഭങ്ങളും ഗെയിമുകളും ഒക്കെ കളിച്ച് കുട്ടികൾക്ക് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കുക. സോഷ്യൽ വാല്യൂസ് അവർ ക്രിയേറ്റ് ചെയ്തെടുക്കും. ലീഡർഷിപ്പ് സ്കിൽ അവർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കഴിയും. ഷെയറിങ്, പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, കൊളാബറേഷൻ, അതുപോലെ തന്നെ വൃത്തിയെ പോലുള്ള സാധനങ്ങൾ, ക്ലീൻലിനെസ്, ഫുഡ് മാനേഴ്സ്, ഇതെല്ലാം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല സമയമാണ് നമ്മുടെ പ്രീ പ്രൈമറി സമയം എന്ന് പറയുന്നത്. അപ്പൊ ഈ സമയത്ത് അധ്യാപകരുടെ വാല്യൂ ഒരുപാടാണ്. അധ്യാപകരെ
ആരാധനയോടെയാണ് കുട്ടികൾ കാണുന്നത്. അധ്യാപകർ പറയുന്നത് എന്തും ഏറ്റവും ശരിയാണെന്നും ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്നും തന്നെ വിശ്വസിക്കുന്നവരായിരിക്കും കുട്ടികൾ. വീട്ടിൽ നിന്ന് എന്തെങ്കിലും കറക്റ്റ് ചെയ്ത് കൊടുത്താൽ അല്ല എന്റെ ടീച്ചർ ഇങ്ങനെയാണ് പറഞ്ഞതെന്നാണ് അവർ പറയുക. കാരണം അവർക്കറിയാം ടീച്ചറാണ് ശരി, ടീച്ചർക്കെല്ലാം അറിയാം, ടീച്ചറാണ് ഞങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്, ടീച്ചറാണ് ഞങ്ങൾക്കൊക്കെ ലീഡ് ചെയ്ത് തരുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ടീച്ചർ, ഇങ്ങനെയുള്ള ടീച്ചർ വളരെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളായിരിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, ലവബിൾ ആയിരിക്കണം, ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്ന ആളായിരിക്കണം, നെവർ ഗോട്ട് ആങ്ക്രി. ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെടുന്നവർക്ക് പ്രീ പ്രൈമറി ടീച്ചർ ആവാനുള്ള യോഗ്യതയില്ല. ദേഷ്യപ്പെടാൻ പാടില്ല. കുട്ടികൾ എന്ത് തന്നെ പറഞ്ഞാലും, എന്ത് വൃത്തികേട് കാണിച്ചാലും, ഏത് തരത്തിൽ അടിപിടി കൂടിയാലും അവരെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കുന്നവരാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രീ പ്രൈമറി ടീച്ചർ ആവാൻ തയ്യാറെടുക്കുന്ന ഒരാൾ. അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിരിക്കും. ഭയങ്കര ദേഷ്യപ്പെട്ട് വടിയും കാണിച്ച് കണ്ണുരുട്ടി നിൽക്കുന്ന ഒരാളല്ല പ്രീ പ്രൈമറി ടീച്ചർ. വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം. നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന രക്ഷിതാക്കൾക്കും നല്ല സ്വഭാവമുള്ള കുട്ടികളെ വളർത്തുന്നതിൽ പങ്കുവഹിക്കുന്ന നേതാക്കന്മാരായിട്ടാണ് നമ്മൾ മാറുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലാവുമ്പോൾ നമ്മൾ വളരെ സ്നേഹത്തോടെ, ഒരു തരത്തിലും ദേഷ്യപ്പെടാതെ, വളരെ ക്ഷമയോടെ, പേഷ്യൻസ് ഉണ്ടായിരിക്കണം. വളരെ നല്ല പേഷ്യൻസ് ഉണ്ടായിരിക്കും. കുട്ടികൾ ചിലപ്പോൾ ചെറിയ കുട്ടികളാണ്, അവർ പുറത്തു പോകാൻ വിട്ടില്ലെങ്കിൽ അവർ നമ്മളെ മാന്ത് പിച്ചിയൊക്കെ ചെയ്യാറുണ്ട്, പലപ്പോഴും അടിക്കും ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ വളരെ പേഷ്യൻസോടെ, അതിനെ ഒരു റിവെഞ്ച് പോലെ എടുക്കാതെ, വളരെ കുട്ടികളുടെ സ്വഭാവം കൊണ്ടുണ്ടാവുന്നതാണെന്ന് മനസ്സിലാക്കി കുട്ടികളെ ആ രീതിയിൽ ചെയ്താൽ മാത്രമേ കുട്ടികളും സ്നേഹത്തോടെ നമ്മളോടും പെരുമാറാൻ അവർക്ക് അറിയുകയുള്ളൂ. അതുപോലെ തന്നെ ഷെയറിങ്, കെയറിങ്, ഇതെല്ലാം തന്നെ ടീച്ചർക്കും ഉണ്ടായിരിക്കേണ്ട സംഭവമാണ്. മറ്റൊന്നാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ. നല്ല രീതിയിൽ ബാക്കിയുള്ളവരോട് സഹവർത്തിത്തോടെ പെരുമാറാൻ, കൂടെ ചേർന്ന് പെരുമാറാനുള്ള സാമൂഹിക പരിതസ്ഥിതി ടീച്ചർ വളർത്തിയെടുക്കണം. അങ്ങനെയുള്ളവർക്ക് നല്ല ഒരു പ്രീ പ്രൈമറി ടീച്ചർ ആവാൻ ശരിക്കും പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ എന്ത് കാര്യമാണെങ്കിലും വളരെ സൂക്ഷ്മമായി ഒബ്സർവ് ചെയ്യുന്ന ആളായിരിക്കണം. ഒരു കുട്ടിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളായിരിക്കണം. ഒരു കുട്ടിയുടെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ ശാരീരിക മാനസിക വ്യഥകൾ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളൊക്കെ തന്നെയും ചൂണ്ടിക്കാണിക്കുന്നത് ശരിക്ക് രക്ഷിതാക്കളല്ല, അധ്യാപകരാണ്. അങ്ങനെയുള്ള അധ്യാപകർ നിങ്ങളായിരിക്കണം. ഒരു കുട്ടിയുടെ കണ്ണ് പ്രശ്നമുണ്ട്, ഐസൈറ്റ് പ്രോബ്ലം ഉണ്ട്, ഇത് കണ്ടെത്തുന്ന ആരായിരിക്കും? തീർച്ചയായിട്ടും അതൊരു നല്ല ടീച്ചർ ആയിരിക്കും കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല ടീച്ചർ അല്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്നില്ല. ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് മാനസിക പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കുട്ടി വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന കുട്ടിയാണ്, അപ്പൊ ഇത് മനസ്സിലാക്കുന്നത് ടീച്ചർ ആയിരിക്കും. എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ കുട്ടിക്ക് എന്ന് പറഞ്ഞ് ആ കാര്യം എന്താണെന്ന് അന്വേഷിച്ച് വീട്ടിലേക്ക് വിളിക്കുന്നത് ടീച്ചർ ആയിരിക്കും. ആ കുട്ടിയുടെ സങ്കടം കുട്ടിയുടെ സങ്കടം ടീച്ചർ മനസ്സിലാക്കും. ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, കുട്ടിക്ക് എന്തോ അസുഖമുണ്ട്, ഇത് മനസ്സിലാക്കുന്നത് ടീച്ചർ ആയിരിക്കും. കാരണം നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ആക്റ്റീവ് മണിക്കൂറുകൾ നിങ്ങളുടെ അടുത്താണ്. ഒരു കുട്ടി രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണി വരെ നിങ്ങളുടെ അടുത്തെന്ന് പറയുമ്പോൾ, ആ ഒരു സമയത്ത് രാവിലെ ഉറങ്ങി എണീറ്റ് ഭക്ഷണം കഴിച്ച് കുളിച്ച് വൃത്തിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടിയുടെ ഒട്ടുമുക്കാൽ ഭാഗവും നിങ്ങളുടെ കൂടെയാണ്. അത് കഴിഞ്ഞ് കുറച്ച് സമയം കളിച്ചു കുട്ടി കിടന്നുറങ്ങി. അതായത് വീട്ടിൽ അവരുടെ സമയം വളരെ കുറച്ചാണ്. അപ്പൊ ഒരു കുട്ടിയുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും നല്ല പങ്ക് വഹിക്കുന്നത്, ഒരു കുട്ടിയോട് നിങ്ങൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് ആ കുട്ടിക്ക് ചിലപ്പോ LKG നിന്ന് നിങ്ങൾ ഒരു ദേഷ്യപ്പെട്ട ഒരു കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ കുട്ടി ആജീവനാന്തം ആ കുട്ടിക്ക് പേടി വന്ന് ബാക്കിയുള്ളവരോട് സംസാരിക്കാതെ വളരെ ഷൈ ആയി നിൽക്കുന്ന സ്വഭാവം ആ കുട്ടിയിൽ ചിലപ്പോൾ ഉണ്ടാക്കുന്നത് അതിന് നിങ്ങൾ ഒരുത്തനായിരിക്കും ചിലപ്പോൾ കാരണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ കുട്ടികള് ഈ സമയത്ത് ഉണ്ടാവുന്ന സ്റ്റിഗ്മ, ഈ സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഈ സമയത്ത് അവർക്ക് നേരിടുന്ന പല ബുദ്ധിമുട്ടുകളാണ് പലപ്പോഴും അവരുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല എന്നും അവർ സ്നേഹത്തോടെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നതെന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്നുള്ളതൊക്കെ തന്നെയും നമുക്ക് അവരെ അറിയിക്കണം. അതാണ് ശരിക്കും നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം. ഓക്കെ, അപ്പോ പ്രീ പ്രൈമറി ടീച്ചർ ആവാൻ നമ്മൾ തയ്യാറെടുക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇത്ര പറഞ്ഞത്. അതായത് കുട്ടി എന്താണെന്ന് അറിയണം, കുട്ടിയെ കുറിച്ച് അറിയണം, കുട്ടിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് അറിയണം, ഈ സമയത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ
ആ സമയത്ത് കുട്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസ് എന്തൊക്കെയായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നു ഈ പറഞ്ഞിരിക്കുന്ന സ്കില്ലുകളൊക്കെ. ദേഷ്യപ്പെടാതെ പ്രോപ്പറായ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നമ്മളെപ്പോഴും കുട്ടികൾ ഇംഗ്ലീഷ് പറയുന്നതും അല്ലെങ്കിൽ മലയാളം പറയുന്നതും പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അത് ആ ടീച്ചറെ നല്ല രീതിയിൽ ഫ്ലോയിൽ സംസാരിക്കാൻ അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തപ്പിപ്പിടിക്കാതെ മലയാളത്തിൽ സംസാരിക്കാൻ പോലും അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇവര് അത് സ്വന്തമായി കറക്റ്റ് ചെയ്തിട്ട് വേണം അവര് ഈ പ്രീ പ്രൈമറി ടീച്ചർ ആവാൻ. കാരണം നമ്മുടെ സംസാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൃത്യമായി സംസാരിക്കുക, നമ്മുടെ പ്രോപ്പറായി സംസാരിക്കുക, കുട്ടികളുടെ ഭാഷയെ രൂപീകരിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ഇടപെടലുകളുമാണ് അതിൽ ഭാഗവാക്കാകുന്നത്. എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അതിന് പ്രാധാന്യം കൊടുക്കണം. നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മലയാളത്തിൽ നന്നായി സംസാരിക്കാൻ പഠിക്കുക, ഇംഗ്ലീഷിൽ എന്താണോ ചെയ്യുന്നത് അതിന്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നല്ല ഒരു അധ്യാപിക അല്ലെങ്കിൽ നല്ല ഒരു പ്രൈമറി അധ്യാപികയായിട്ട് നമ്മൾ മാറുന്നത്. ഇനി ഞാൻ ഒരു ചെറിയൊരു ഒരു ക്വിസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടെ പറയാം. പസിൽ ഡെവലപ്പ് ചെയ്യുന്ന, നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ പറയാം. അപ്പൊ കുട്ടികളിൽ നമ്മൾ പ്രീ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കൊടുത്താൽ ഈ പസിൽ മേക്കർ എന്ന് പറയുന്ന ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പസിൽസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അത് കുട്ടികൾക്ക് ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അതിന്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എക്സാമ്പിള് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് നമ്മൾ ഫസ്റ്റ് ഇയറിലല്ല ഞാൻ പറയുന്നത്, 2ാം വർഷമൊക്കെ ആകുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ വാക്കുകളൊക്കെ അവരെ പഠിപ്പിക്കും. അപ്പൊ ഈ വാക്കുകള് അവര് വേർഡ് പസിലായിട്ട്, അതായത് അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ ഒക്കെ ഉറപ്പാക്കാൻ വേണ്ടി നമുക്ക് ചെറിയ പസിൽസ് ഉണ്ടാക്കാം. ഈ പസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ വേർഡുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന പസിൽസ് ആണ്. കാറ്റ്, റാറ്റ്, മാറ്റ്, ഹാറ്റ്, പിൻ, റിംഗ്, റൗണ്ട്, റിബൺ. ഇങ്ങനെ കുറെ വേർഡുകൾ ഞാൻ അവിടെ അടിച്ചു, സ്പേസ് ഇട്ട് ഇങ്ങനെ അടിച്ചു. ഐസ്, അംബ്രല്ല, ക്ലോത്ത്, സിപ്പ്, ടിൻ, horse, fox, grape, orange, apple. ഇത്രയും വേർഡുകളാണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇത്രയും വേർഡുകൾ ഇവിടെ അടിച്ച് ഞാൻ ക്രിയേറ്റ് പസിൽ എന്ന് കൊടുക്കുക. അപ്പൊ കുട്ടികൾക്ക് വേർഡ് കണ്ടെത്താനുള്ള ഒരു പസിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. സോറി, ഇത് ക്രിസ് ക്രോസ് പസിലായി മാറി. ഞാന് ഈ വേർഡ് സെർച്ച് പസിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. വേർഡ് സെർച്ച് പസിൽ. ഓക്കെ, ഞാൻ ക്രിയേറ്റ് പസിൽ, സോറി. ഇവിടെയാണ് വേർഡ്സ് ഞാൻ അടിക്കുന്നത്. ആ വേർഡ്സ് ഇവിടെ അടിച്ചു. ഈ പസിലിന്റെ പേരാണ് ഞാൻ പസിൽ 1 എന്ന് കൊടുത്തു. ഫോർ എക്സാമ്പിൾ പസിൽ മേക്കറിൽ പോയി ഞാൻ ചെയ്തെന്താണ്, വേർഡ് സെർച്ച് പസിൽ എടുത്തു, പസിലിന്റെ പേര് പസിൽ 1 എന്ന് കൊടുത്തു, സെർച്ച് ചെയ്യാനുള്ള വാക്കുകൾ ഇവിടെ കൊടുത്തു, എന്നിട്ട് ക്രിയേറ്റ് പസിൽ. അപ്പൊ കുട്ടികൾക്ക് ഇത്രയും വാക്കുകളാണ് കണ്ടെത്തേണ്ടത്. ഈ വാക്കുകൾ അവർക്ക് ഇതിൽ കണ്ടെത്താം. അപ്പൊ അവർക്കൊരു ആക്ടിവിറ്റി ആയി. കാണുന്നുണ്ടല്ലോ. അപ്പൊ ആപ്പിൾ, ഫോക്സ്, ഹോഴ്സ്, ഓറഞ്ച്, റിബൺ, ടിൻ, സിപ്പ്, കാറ്റ്, ഗ്രേപ്പ്, ഇതെല്ലാം അവർക്ക് കണ്ടെത്താനുള്ള ഒരു പസിലാണ് കൊടുത്തത്. ഇനി നമുക്ക് ടീച്ചർക്ക് ഇത് കണ്ടെത്തണമെങ്കിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഷോ ആൻസർ ക്ലിക്ക് ചെയ്താൽ ഓരോ ആൻസർ ഇവിടെ കാണാം. കണ്ടോ? മാറ്റ്, റൗണ്ട്, ROUND, റൗണ്ട്, ടോപ്പ്, TOP, മുകളിലോട്ട്, ഗ്രേപ്പ്, ആപ്പിൾ,
പിൻ PIN, ഓറഞ്ച് താഴോട്ട്, അംബ്രല്ല, മാറ്റ്, ടിൻ TIN, റാറ്റ്, ക്ലോത്ത്, സിപ്പ്. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഇനി ഇത് റീബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു തരത്തിലുള്ള പസിലായി അത് തന്നെ മാറും. ആ പസിൽ തന്നെ വേറൊരു ആൻസർ നോക്കിയാൽ കാണാം. കണ്ടോ? ഇങ്ങനെ പസിലൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ പല രീതിയിലും പല സംഭവങ്ങളും നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളിപ്പോ മാത്ത് സ്ക്വയർ, ചെറിയ പല സംഭവങ്ങൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റർ ടൈല്, ഇതുപോലൊക്കെ നമുക്ക് പല സംഭവങ്ങൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇതുപോലെ ഒരുപാട് കുട്ടികൾക്ക് വർക്ക്ഷീറ്റ് കിട്ടുന്ന വെബ്സൈറ്റുകളൊക്കെ നമുക്ക്. ഇതുപോലെ മറ്റൊന്നാണ് ടീച്ച് നോളജി. ടീച്ച് നോളജി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ടീച്ച് നോളജി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം പോയി കഴിഞ്ഞാൽ ഒരുപാട് വർക്ക്ഷീറ്റുകൾ കിട്ടും. ഓരോ ക്ലാസ്സിലേക്കുള്ള ഇതിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് വർക്ക്ഷീറ്റുകൾ ചില ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള സംഭവങ്ങൾ, ലാംഗ്വേജ് ആർട്ടുകൾ, ഇതെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണെന്ന് കൂടെ പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിൽ കുട്ടികൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, കുറച്ച് വലിയ ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ളതാണിത്. ഇംഗ്ലീഷിന്റെ ആണ്. എലിമെന്ററി ക്ലാസ് നോക്കാം നമുക്ക്. ചെറിയ ക്ലാസ്സിൽ എന്തൊക്കെ വരുന്നു? ആൽഫബറ്റ് വർക്ക്ഷീറ്റ്, കളറിംഗ് വർക്ക്ഷീറ്റ്. കണ്ടോ? എ വെച്ചിട്ടുള്ള ആൽഫബറ്റ് വർക്ക്ഷീറ്റ് ആണ്. കണ്ടോ? A ഫോർ ആപ്പിൾ. ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്രിന്റ് കണ്ടോ? പ്രിന്റ് ഓപ്ഷൻ കണ്ടോ? ആപ്പിൾ കണ്ടോ? എ വെച്ചിട്ട് ആപ്പിൾ ക്യാപിറ്റലും സ്മോൾ. കളർ ദ ആപ്പിൾ വിത്ത് റെഡ്. കളർ ആപ്പിൾ പിക്ചർ ഗ്രീൻ. ആപ്പിളിന്റെ പിക്ചർ ഗ്രീൻ കൊടുക്കുക. കളർ ക്യാപിറ്റൽ ലെറ്റർ ബ്ലൂ കൊടുക്കുക. കളർ ലോ കേസ് ഓറഞ്ച് കൊടുക്കുക. അതൊക്കെ കുറേ ഡയമെൻഷൻസ് പറയുന്ന എ വെച്ചിട്ടുള്ള കാര്യം. ഞാൻ ബാക്കോട്ട് പോയി എനിക്ക് ഇ വെച്ചിട്ട് കിട്ടണം. ഫോർ എക്സാമ്പിൾ ഈ വർക്ക്ഷീറ്റ് എലഫന്റ് എന്നാണ് വന്നിരിക്കുന്നത്. കണ്ടോ? പല രീതിയിൽ എഴുതാൻ വന്നിരിക്കുന്നു. അതിന്റെ പല മോഡൽസ് വന്നിരിക്കുന്നു. ഇതെനിക്ക് പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കാം. ടീച്ച് നോളജി എന്നാണ് ഇതിന്റെ പേര്. ഇനി എനിക്ക് നമ്പർ സംഭവമാണ് വേണ്ടത് വിചാരിക്കുക. ആൽഫബറ്റ് കളറിംഗ് വർക്ക്ഷീറ്റ് വേണം. കുട്ടികൾക്ക് കളറിംഗ് ഷീറ്റ് കൊടുക്കണം. ഒരുപാട് കളർ, ദ കാറ്റ്, കാൻഡിൽ, ബണ്ണി, ഡ്രൈവർ. കണ്ടോ? കളർ ഷീറ്റുകൾ വന്നു. ഡ്രൈവർ. ഇത് നമ്മൾ പ്രിന്റ് എടുത്ത് കൊടുത്താൽ മതി കുട്ടികൾക്ക്. ഇങ്ങനെയുള്ള ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയാണ്. ടീച്ച് നോളജി എന്നാണ് ഇതിന്റെ പേര്. നിങ്ങൾ രക്ഷിതാക്കളാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഈ ചാറ്റ് ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള എന്നാൽ വളരെ രസകരമായി ഒരു സമൂഹത്തെ നിർമ്മിതിയിൽ പങ്കെടുക്കുന്ന ഒരു കൂട്ടരായി നമുക്ക് മാറാൻ പറ്റും. നിങ്ങൾ പ്രീ പ്രൈമറി അധ്യാപകരാകണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു കുട്ടിയെ സ്വാധീനിക്കുന്ന അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഘട്ടമാണ് പ്രീ പ്രൈമറി ഏജ് എന്ന് പറയുന്നത്. സ്കൂളിലേക്ക് എത്തുന്നതിന് മുന്നേ സ്കൂളിലേക്ക് റെഡിയാവുക, അവരുടെ സ്വഭാവം രൂപീകരിക്കുക, മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ നിന്ന് മാറിയിട്ട് നല്ല രീതിയിൽ സ്കൂളിനെ അപ്രോച്ച് ചെയ്യാൻ അവരെ തയ്യാറാക്കുക. ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ നല്ല ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നമ്മൾ ഈ രീതിയിലേക്ക് വരുമ്പോഴേ. ക്ഷമയോടെ, സ്നേഹത്തോടെ, സഹകരണ മനോഭാവത്തോടെ ആയിരിക്കണം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. കുട്ടികളെ മനസ്സിലാക്കി അവരിൽ മൂല്യങ്ങളും നല്ല വശങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ഈ പ്രോസസ്സിൽ നമുക്ക് ഭാഗവാക്കാവാം. അതിനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് അതിന്റെ ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ ഒരു ക്ലാസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതുപോലെ സാറിന്റെ ക്ലാസ്സിനെ കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം. Hi, sir. Good evening.
ഞാൻ ജസീന. ഓക്കെ. സർ ഡൗട്ടൊന്നുമില്ല. സർ വളരെ ലളിതമായി നല്ല അതായത് നമുക്ക് ഡയറക്റ്റ് ബ്രെയിനിലേക്ക് സർ എത്തിച്ചെന്ന പോലെ നല്ല അറിവായിരുന്നു. എന്താ പറയാ, അതായത് നല്ല ലളിതമായി നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലും നല്ല, അതായത് ചെറിയ പ്രീ പ്രൈമറി കുട്ടികൾക്ക് എങ്ങനെയാണോ ക്ലാസ്സിൽ ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത് അതുപോലെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരികയും ഇങ്ങനെ വർക്ക് ഷീറ്റ് എടുക്കാന്നും ഒക്കെ, അതായത് ഒരു സർ നമ്മളൊരു പ്രീ പ്രൈമറി കുട്ടികളെ പോലെ ആണ് ക്ലാസ് എടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. ആരും സംസാരിക്കില്ല തോന്നുന്നു അല്ലേ? ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ. താങ്ക് യു സർ. വളരെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് സർ ഷെയർ ചെയ്തു. എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ക്ലാസ്സിൽ ഒരു ബോയ് ഉണ്ട്. അവന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ഇരിക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ട് അടിക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവനിക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, ഉപദ്രവിക്കുകയാണ്. അപ്പൊ അതിനെക്കൊണ്ട് പാരന്റ്സ് ഒക്കെ ആ കുട്ടീനെ വേറൊരു ക്ലാസ്സിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്യാണ്. അപ്പൊ എങ്ങനെ ആ കുട്ടിയെ ഹാൻഡിൽ ചെയ്യും നമ്മള്? ഇത് പലപ്പോഴും ഇങ്ങനെ ഒരു കേസ് കുട്ടി ചിലപ്പോൾ ഒരു ADHD ഉള്ള കുട്ടിയായിരിക്കാം. ഒരുപാട് അറ്റൻഷൻ ഡെഫിസിറ്റ്, നമ്മൾ ADHD ഉണ്ടല്ലോ, ADHD ഉള്ള കുട്ടി ആവാം ചിലപ്പോൾ. അതല്ലെങ്കിൽ ഒരുപാട് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയായിരിക്കാം, ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പൊ അവനോട് സംസാരിച്ചു കഴിഞ്ഞ സമയത്ത് അവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവനൊരു നീതിമാൻ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം ഇപ്പൊ ഏതെങ്കിലും കുട്ടികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, അപ്പൊ അവിടെ ഒരു അവന് നീതിയുള്ള ആളെ കൂടെ ഉണ്ടാവും. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇവന് നിൽക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കുട്ടികൾക്കും എന്താണ് ഇവനെ കൊണ്ട് അടുപ്പിക്കാന്നുള്ള ഒരു ഇതാണ്. എങ്ങാനും ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാസ് എന്നാണ് പേര്. അപ്പൊ അവനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവനെ ശരിയാക്കാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. നഴ്സറിയിൽ തന്നെയല്ലേ ഇത് പറയുന്നത്? അതെ 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 അതെ. അപ്പൊ നമുക്ക് എന്താ വെച്ചാലേ, നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്ന വെച്ചാല് ടീച്ചറിന് ഒരുപാട് ഡ്യൂട്ടികൾ ഈ കുട്ടിക്ക് കൊടുക്കുക. ബാക്കിയുള്ള കാര്യത്തിൽ ഇടപെടാതെ ഡ്യൂട്ടികൾ കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്തു കൊണ്ടുവരാന്, അല്ലെങ്കിൽ ഇങ്ങനെ ടേബിളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക, അല്ലെങ്കിൽ സാധനങ്ങൾ ബാഗുകളൊക്കെ ഒതുക്കി വെക്കുക, ഇങ്ങനെ കുറെ ഡ്യൂട്ടികൾ, അതായത് കുട്ടിയുടെ ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ കൊടുക്കുക. പിന്നെ ടീച്ചറിന്റെ പാർട്ടായിട്ട് ടീച്ചറിനെ ഒരു ഹെൽപ്പറായിട്ട് വേണമെങ്കിൽ നിർത്തി കഴിഞ്ഞാൽ, എപ്പോഴും ഇങ്ങനെ ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ടീച്ചറിന്റെ ഒരു ഹെൽപ്പറായിട്ട് നിർത്തുക. അല്ലെങ്കിൽ ടീച്ചർ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഇവരുടെ വർക്ക് എഴുതും ചെയ്യാത്ത സമയങ്ങളിൽ അവർ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും ആക്ടിവിറ്റികൾ അവർക്ക് പർപ്പസ്ഫുള്ളി കൊടുക്കുക. അങ്ങനെ ചെയ്താൽ ഗ്രാജുവലി ചെയ്യാമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റോറികളൊക്കെ തന്നെയും ഇതുപോലെ പറഞ്ഞു കൊടുത്ത് ഗ്രാജുവലി അങ്ങനെ ചെയ്തു കൊടുക്കാം. അവരെ തന്നെ കഥാപാത്രങ്ങളാക്കിയിട്ടുള്ള സ്റ്റോറികൾ ഉണ്ടാക്കുക നമ്മൾ. എന്നിട്ട് സ്വഭാവം ചിലത് മോശമാണെന്ന് അവർക്ക് വരുത്തി തീർക്കുക. അപ്പൊ അവർക്ക് തന്നെ ഫീൽ ചെയ്യും ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ കഥാപാത്രങ്ങളാക്കിയിട്ട് ചെറിയ ചെറിയ കഥകൾ ഉണ്ടാക്കുക. ഇങ്ങനെ സ്ഥലത്ത് ഒരു 2 കുട്ടികൾ ഉണ്ടായിരുന്നു, അവരിങ്ങനെ തല്ലുകൂടിയിരുന്നു, അങ്ങനെ ടീച്ചർ, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചെറുതായിട്ട് അതിലിങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് കുറച്ച് വ്യത്യസ്തമാക്കിയിട്ട്, എന്നാൽ അവരെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ മെല്ലെങ്കിലും കുട്ടിക്ക് ഗ്രാജുവലി അത് മനസ്സിലാകുന്ന രീതിയിലുള്ള കഥകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. എന്നിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ ചെറുതായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ സമ്മതിക്കും അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്താലൊക്കെ സത്യം മാത്രമേ പറയുള്ളൂ കേട്ടോ. ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തെന്ന് തന്നെ പറയും. പക്ഷെ അന്നേരം അത് ഒക്കെ ഉൾക്കൊണ്ടെങ്കിലും വീണ്ടും പിന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ അത് അങ്ങനെ നമുക്കൊരു നമ്മുടെ ഒരു മനുഷ്യ സഹജ, ചിലർക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവര്, പെട്ടെന്ന് അടിക്കുന്നവര്, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അത് ഗ്രാജുവലി നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു സമയത്തിന്റെ ഒരു ഇതായിരിക്കും. അത് ഗ്രാജുവലി കുറച്ചും കൂടെ വലുതാവുമ്പോൾ കുട്ടി ശരിയാവേണ്ടതായിരിക്കും. നമുക്ക് വർക്കുകൾ കൂടുതൽ കൊടുക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്.
മാക്സിമം അവനെ കൺസിഡർ ഓക്കെ ചെയ്യാം. അങ്ങനെ ഓക്കെ സർ. അങ്ങനെ ചെയ്ത് താങ്ക് യു. നോക്കുക. അതെ, ഓക്കെ താങ്ക് യു സർ. താങ്ക് യു. ഹലോ, ഷംന മിസ് പറഞ്ഞതുപോലത്തെ ഒരു മോനാണ് എനിക്കുള്ളത് വീട്ടില്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ കേൾക്കുന്നുണ്ട്. ആ, അവന് സ്കൂളിൽ നല്ല ആക്റ്റീവാണ്. പക്ഷെ വീട്ടിൽ വന്നാല് ബുക്ക് എടുക്കേ ഇന്നത്തെ ദിവസം എന്താ ചെയ്തെന്നോ അങ്ങനൊന്നും ഒരു കാര്യങ്ങളും പുറത്ത് എന്റെ അടുത്ത് പറയില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് പറഞ്ഞെങ്കിലായി. പക്ഷെ എന്താണ് ക്ലാസ്സിൽ നല്ല പഠിക്കുന്നുണ്ട്. എഴുതാനും വായിക്കാനും കുറച്ച് ബാക്കോട്ടാ. എന്താ അവന് തോന്നണം ഇങ്ങനെ വേണം എന്നുള്ള കാര്യമാണെങ്കിൽ നിർബന്ധിച്ച് അത് 12 മണിയായാലും അവന്റെ എന്താ കാര്യങ്ങളാണെന്നുള്ളതാണെങ്കിൽ മാത്രം അത് ചെയ്യും. ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ. മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഇംഗ്ലീഷ്, മലയാളം അങ്ങനെ ഒന്നും എഴുതുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യൂല. 3-ാം ക്ലാസ്സിലാണ് ആള്. പക്ഷെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കുട്ടീനെ ഒന്ന് ആക്റ്റീവ് ആക്കി കിട്ടാൻ എന്താ ചെയ്യാ? സാറ് ടിപ്പ് പറഞ്ഞുതരുമോ? ഇത് പിന്നെ എങ്ങനെ പറയാന്ന് വെച്ചാല്, നമുക്ക് ഒന്നാമത് വെച്ചാല് നമ്മള് അതായത് അവര് പഠിക്കാൻ പറഞ്ഞ് നമ്മള് ഫോണ് കാണുകയോ TV കാണുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ അതൊരു തടസ്സമാവും കുട്ടികൾക്ക് പലപ്പോഴും. പിന്നെ അതായത് നമ്മളും അതുപോലെ ഒരു ആക്ടിവിറ്റിയിൽ ഇരിക്കുകയാണെങ്കിൽ പലപ്പോഴും കുട്ടികൾ അതിലേക്ക് ഇരിക്കും. ഇപ്പൊ അവരുടെ മോളുള്ള കുട്ടികളോ താഴെയുള്ള കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ അതേ സമയത്ത് നമ്മൾ ഇപ്പൊ അവരോട് പഠിക്കാൻ പറയാ, ഇവർക്ക് ചോറ് വാരി കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മളോട് അവർ പഠിക്കാൻ പറഞ്ഞ് നമ്മൾ വേറെ അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നു. അവരോട് പഠിക്കാൻ പറഞ്ഞ് നമ്മൾ TV കാണുന്നു. അങ്ങനെയൊക്കെ വരുമ്പോ അങ്ങനെ നമ്മൾ അവർക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റികൾ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ അവര് അത് ചെയ്യാതിരിക്കാനുള്ള സാധ്യത. അപ്പൊ പരമാവധി അവരെ പോലെ ഒരു ആക്ടിവിറ്റി നിങ്ങളൊരു ബുക്ക് എടുത്ത് പേനയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എഴുതുന്ന രീതിയിൽ ചെയ്യുകയോ, നിങ്ങൾക്ക് വായിക്കാനോ എഴുതാനോ എന്തെങ്കിലും അത് ചെയ്യുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ഇവരോട് പഠിക്കാനും പറയുകയാണെങ്കിൽ എല്ലാവരും എൻഗേജ് ആവണം വീട്ടില്. അങ്ങനെ ഒരു സംഭവം ആണെങ്കിൽ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ TV ഒരു ഭാഗത്ത് ഓടുന്നു, അല്ലെങ്കിൽ വേറെ കുറെ ആളുകൾ അപ്പുറത്തിരുന്ന് TV കാണുന്നു, കുട്ടിയെ ഒരു റൂമിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പഠിക്കാൻ പറയുന്നു. അപ്പൊ പലപ്പോഴും കുട്ടികൾ ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള സാധനം കാണിക്കും. ഒന്ന്. രണ്ടാമത് പിന്നെ കുട്ടികളുടെ താല്പര്യമാണ് പലപ്പോഴും. അല്ലെങ്കിൽ കുട്ടികളോട് ഇവനോട് നമ്മൾ പറയാം, നീ പരമാവധി നിന്റെ എഴുതാനൊക്കെ ഉള്ള കാര്യമൊക്കെ സ്കൂളിൽ തന്നെ ചെയ്തോണ്ടു, പറ്റുന്നത് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താല് കുറെയൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്കൂളിൽ തന്നെ കുറെ കാര്യങ്ങളും വർക്കുകളും ഹോംവർക്കൊക്കെ ചെയ്ത് തീർക്കുന്ന അങ്ങനെ കുറെ കുട്ടികളെ കാണാം. അങ്ങനെ പരമാവധി അവരോട് പറയുന്ന എല്ലാം സ്കൂളിൽ തന്നെ ചെയ്ത് വന്നോണ്ടു, സ്കൂളിൽ ഒഴിവുള്ള സമയത്തൊക്കെ വേഗം ചെയ്ത് തീർത്തോണ്ടു എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കാം. മോന് എങ്ങനെയായാലും വീട്ടിൽ നിന്ന് അത് ചെയ്യില്ല എന്നുള്ള ഒരു കണ്ടീഷനാണ് അവന് ഫോണ് TV എങ്ങനെ അത് ഒളിപ്പിച്ചു വെച്ചാലും മോന് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ആയിട്ട് പലപ്പോഴും ഇപ്പൊ ഞാൻ നോക്കിയത് നമ്മളും നമ്മളും ഫോണ് കണ്ടിരിക്കുകയാണ്, എന്നിട്ട് അവരോട് പഠിക്കാൻ പറഞ്ഞാന്ന് പറഞ്ഞപ്പോ അവരത് കേൾക്കൂല, ശ്രദ്ധിക്കൂല. അപ്പൊ എല്ലാം വരും, സൗണ്ട് കേൾക്കും. വീട്ടില് വേറെ ആരും അങ്ങനെ ചെയ്യില്ല. എല്ലാരും പഠിക്കുക, ഓഫീസ് വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെയാണ്. മോന് ആ സമയം അവനക്ക് ഈ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പറയും വിശക്കുണ്ട്, അല്ലെങ്കിൽ കിടന്നുറങ്ങും. അങ്ങനെയാണ്. അല്ല അത് അപ്പൊ നമ്മൾ അങ്ങനെയാണെങ്കിൽ TV ഇത് പരമാവധി ഒഴിവാക്കി കൊടുത്തു നോക്കുക. അവർക്ക് കൊടുക്കൂല എന്നുള്ള ഒരു വാശിയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം അവര് കൺട്രോളിൽ വന്നേക്കാം. നമുക്കൊരു സമയം കൊടുക്കുക, ഇന്ന സമയത്തേക്ക്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കുട്ടികളോട് പറയാറെന്ന് വെച്ചാല് ഒരു ഫോൺ കാണാം. അപ്പം ഒരു ഫോൺ കാണാൻ നമ്മളിപ്പോ നിങ്ങൾ വന്ന് കൈയും കാലം കഴുകി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫോൺ തൊടാവൂ, അല്ലെങ്കിൽ വന്ന് ഭക്ഷണം കഴിച്ച് കൈയും കാലം കഴുകി ഫുഡ് കഴിച്ചതിന് ശേഷമേ നിങ്ങൾക്ക് TV ഓൺ ആക്കാവൂ എന്നൊരു കണ്ടീഷൻ വെച്ചിരിക്കണം. അപ്പൊ അവര് അതുവരെ അവർക്ക് റിമോട്ട് കൊടുക്കൂല. അപ്പൊ അവര് കൃത്യമായിട്ട് എന്താ പറയുക, ആ ഒരു പ്രഷർ വന്നിട്ടെങ്കിലും അത് ചെയ്യും. അത് പിന്നെ ഗ്രാജുവലി അവരുടെ ശീലാവും. 1-2 ദിവസം നമ്മളങ്ങനെ പ്രഷർ കൊടുത്താൽ പിന്നെ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഫോൺ തരാം, ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ 2 പേജ് മാത്സ് അല്ലെങ്കിൽ നീ ഇംഗ്ലീഷ് ചെയ്യേ, വർക്ക് ചെയ്യുക, എന്ന് വായിക്കുക, അത് കഴിഞ്ഞ ഉടനെ എനിക്ക് 10 മിനിറ്റ് ഫോൺ തരാം. എന്നിട്ട് അങ്ങനെ നമ്മൾ ചെറിയ കണ്ടീഷൻസ് വെച്ച് ഗ്രാജുവലി അത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു നോക്കുക. ഫോൺ കൊടുക്കുക, പക്ഷെ കൊടുക്കുമ്പോ അതിന് കുറച്ച് ഞാൻ ഇത് എഴുതൂ, എന്നിട്ട് നമുക്ക് ഫോൺ തരാം, എന്നിട്ട് ഫോൺ ഇത് കഴിഞ്ഞാൽ ഫോൺ തരാം. അങ്ങനെ ചെറിയ ചെറിയ കണ്ടീഷൻസ് വെച്ച് നോക്കിയാൽ മതി നമുക്ക്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ഇപ്പൊ നല്ല ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു സാറിൻ്റെത്. താങ്ക് യു. ഹലോ,
ഹലോ പറയൂ. സർ, എനിക്കൊരു മോളാണുള്ളത്, 5 വയസ്സായ. ഇപ്പൊ UKG-യിലാണ്. അപ്പോൾ ABCD അതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. എഴുതാനും അറിയാം, വായിക്കാനറിയാം, സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഒക്കെ അറിയാം. പക്ഷെ ഇടയ്ക്കെന്ന് ചോദിക്കുമ്പോൾ അതെന്താന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരു സ്റ്റക്ക് ആയതുപോലെ. പിന്നെ കുറെ ചിന്തിച്ചിട്ട് വേണം അത് പറയാന്. അതെന്തുകൊണ്ടാ സർ അങ്ങനെ? അത് കുട്ടികൾക്ക് പലപ്പോഴും എന്താ വെച്ചാല് നമ്മൾ ഇത് പഠിക്കുമ്പോഴ് ഒരു ഒഴുക്കിൽ ഇങ്ങനെ കഥ പറയുന്ന പോലെ പഠിക്കുന്നത്. എനിക്കറിയായിരുന്നു, എന്റെ അനിയത്തിയുടെ കൂടെ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഈ കുട്ടി പിന്നെ മദ്രസയിലൊക്കെ പോകുമ്പോഴ് പുസ്തകം കാണാതെ പഠിച്ച് ഫുള്ള് പറയായിരുന്നു. അതായത് നമ്മൾ ഒരു തലയങ്ങ് തുടക്കി കൊടുത്താല് ആ മദ്രസയിലെ ഒരു ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ കാണാതെ ഈ കുട്ടി പറയും. പക്ഷെ ഒരു വക ഈ കുട്ടിക്ക് എഴുതാൻ അറിയില്ലായിരുന്നു. ഒരു സാധനം ഈ കുട്ടിക്ക് എഴുതാൻ അറിയില്ല. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ കാണാതെ പഠിച്ചിങ്ങനെ കൊടുക്കുന്ന ഒരു രീതിയിൽ പഠിക്കുമ്പോഴാണ് പലപ്പോഴും അത് അങ്ങനെ ആവുന്നത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് വെച്ചാല് അതിനുള്ള ഒബ്ജക്റ്റുകൾ, ചിത്രങ്ങൾ കാണിച്ചു കൊടുത്ത് ഇടയ്ക്കിടയ്ക്കുള്ള തന്നെ, അതായത് നമ്മൾ സീരിയൽ ഒന്നിച്ചിങ്ങനെ A മുതൽ Z വരെ എഴുതിപ്പിക്കുക. അങ്ങനെ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാതെ ഓരോ അക്ഷരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു വസ്തു കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വസ്തു, അപ്പൊ ഇത് എന്തുകൊണ്ടാണ് തുടങ്ങുന്നത്? ഓറഞ്ച്, ഓയാണ്, അപ്പൊ ഓ എഴുതിപ്പിക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില സാധനങ്ങൾ കാണിച്ചു കൊടുത്ത് കുട്ടിയെ അതിനെ ലിങ്ക് ചെയ്തിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുക. മറ്റേ നമ്മൾ കാണാതെ പഠിച്ചു പോകുമ്പോൾ കുട്ടികൾക്ക് വായിക്കാനും എഴുതാനൊക്കെ അറിയാം, പക്ഷെ ബാക്കി ഒക്കെ ആക്റ്റീവാണ്. പക്ഷെ ഇപ്പൊ UKG-യിൽ എത്തുമ്പോ അവർ സൗണ്ട്സ് ആണ് അവർ കൊടുക്കുന്നത്. സൗണ്ട്സ് കൊടുത്തിട്ട് അത് ഈ കുട്ടിക്ക് അക്ഷരം ശരിക്കും അറിയാണ്ട് സൗണ്ട്സ് എങ്ങനെയാ കിട്ടുന്നില്ല. അതൊരു പ്രശ്നമാണുണ്ട്. അത് ഗ്രാജുവലി ശരിയാവും. അത് നമ്മളിപ്പോ ആ ഒരു പ്രായത്തിന്റെ ചെറിയ പ്രശ്നങ്ങളായിരിക്കും കേട്ടോ. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. വേറെ പഠിക്കാൻ ബുദ്ധിമുട്ടും എഴുതാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഒന്നുമില്ല. പക്ഷെ ചെറിയ കൺഫ്യൂഷൻ ആയിരിക്കും. അതെ, ഇത് മാത്രല്ല സർ, ഇപ്പൊ ഇംഗ്ലീഷ് മാത്രല്ല, കന്നഡയാണ്. ഞങ്ങള് മഞ്ചേശ്വരാണ്. കന്നഡയൊക്കെ നല്ലതുപോലെ എഴുതാൻ അറിയാം, പക്ഷെ അത് ഏതാണ് അക്ഷരം നമുക്കറിയില്ല. അത് പലപ്പോഴും കുട്ടികൾ വെച്ചാല് അത് നമുക്ക് കൂടുതൽ വായിപ്പിച്ചു കൊടുത്താൽ മതി. വായന കൂടുതൽ നമ്മുടെ കൂടെ ഇരുന്ന് വായിപ്പിക്കുക. അത് പല സ്ഥലങ്ങളിൽ നിന്ന് വായിപ്പിക്കുക. ഒരു ഓർഡറിൽ വായിക്കാതെ തിരിച്ചും മറിച്ചും ഒക്കെ നമ്മൾ വായിച്ച് അതിങ്ങനെ ശീലാക്കി കൊടുക്കുക. അതായത് നമ്മൾ ABCD A മുതൽ വായിക്കുന്നതിന് പകരം ഇടവിട്ട് അങ്ങോട്ട് വായിപ്പിക്കുക, ഇടവിട്ട് ഇങ്ങോട്ട് വായിപ്പിക്കുക. അങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത് അതൊരു ഗ്രാജുവലി അത് കുട്ടി ശരിയായിക്കോളും. ടീച്ചറിന് നന്നായി അവർ ടീച്ചർ പറയുന്നത് കേട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് അവര് എല്ലാം അതുപോലെ പഠിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന പലപ്പോഴും ഈ ഒരു ഒഴുക്കിൽ മാത്രം പഠിച്ചില്ലെങ്കിൽ കിട്ടില്ല. ചില കുട്ടികൾക്ക് നമ്മളറിയാം, ചില പ്രസംഗമൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ അവർക്ക് പിന്നെ ആദ്യം മുതൽ അവർ പറയണം. ഇടയിൽ നിർത്തി കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റാറില്ല. അത് കുട്ടികളുടെ രീതിയാണ്. അത് നമ്മളൊരു സീരിയലായിട്ട് മാത്രം ഇങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് വരുന്ന ഒരു കുഴപ്പമാണ്. നമ്മൾ ഇടയിൽ നിന്ന് അങ്ങോട്ടും ഇടയിൽ നിന്ന് ബാക്കോട്ടും അങ്ങനെയൊക്കെ നമ്മൾ വായിപ്പിക്കാൻ ശീലിച്ചാൽ മതി. അങ്ങനെ വായിപ്പിക്കുക, അപ്പൊ കുട്ടി ശരിയാവും കേട്ടോ. ഒരുപാട് വായിപ്പിക്കുമ്പോ ശ്രദ്ധിക്കുക, ഒരു പാഠം മുതൽ അടുത്ത പാഠം അങ്ങനെ ഓർഡറിൽ വായിപ്പിക്കരുത്. തിരിച്ചിടയിൽ നിന്നൊക്കെ എടുത്ത് വായിപ്പിക്കുക. അറിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കുട്ടി സാവധാനം പിന്നെ അങ്ങനെ എടുത്തോളും, മേക്കപ്പ് ചെയ്തോളും. താങ്ക് യു സർ, നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഡൗട്ട് ചോദിക്കാൻ. ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സിന് പ്രതീക്ഷിച്ചിരുന്നതാണ്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. ഹലോ സാറ്, ചെറിയ കുഞ്ഞു മക്കളെ എങ്ങനെ മനസ്സിലാക്കണം, അതുപോലെ തന്നെ അവരെങ്ങനെ കെയർ ചെയ്യണം, പാഠഭാഗങ്ങളൊക്കെ അവരിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നെല്ലാം വളരെ മനോഹരമായിട്ട് സാർ നമുക്ക് പറഞ്ഞു തന്നു. സാറിനൊരു ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ ഷീനിന്റെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് വരുന്നുണ്ട്, 1 ഡേ ക്യാമ്പ് വരുന്നുണ്ട് ഈ മാസം ജൂലൈ 24 കാലിക്കറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അത് ക്യാമ്പിൽ ഒരുപാട് നമ്മൾ ഗെയിമുകൾ, ആക്ടിവിറ്റികൾ, അതുപോലെ സ്റ്റോറീസ്, ഇതൊക്കെ അവിടെ നമ്മൾ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10-ലധികം മൊഡ്യൂളുകൾ അവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ചൈൽഡ് സൈക്കോളജി, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ ക്യാമ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആ ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കുക, അല്ലെങ്കിൽ പേഴ്സണലി വന്നിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിയാക്കി തരും. അതുപോലെ സാറ് പറഞ്ഞതുപോലെ എല്ലാ ടീച്ചേഴ്സും ഓരോ കുട്ടികളുടെ റോൾ മോഡലാണ്. നിങ്ങളെല്ലാവരും ടീച്ചേഴ്സും അതുപോലെ തന്നെ പാരൻസ് എല്ലാവരും ഉണ്ട്. നല്ലൊരു റോൾ മോഡൽ ആവാൻ, കുട്ടികളുടെ റോൾ മോഡൽ ആവാനും എല്ലാത്തിനും ശ്രമിക്കാം. അതിനു വേണ്ടിയിട്ട് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഷീനിന്റെ ഒരു
വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്.